ഞാനിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ചെയ്യുന്നു, നന്നായിട്ടാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് പറയാൻ കഴിയുമ്പോൾ അത് മാത്രമായിട്ട് നമ്മൾ കംഫർട്ട് സോണിലേക്കായി പോവരുതേ. ആ കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്യപ്പെട്ട് നമ്മളൊരു ഗ്രേറ്റ് പൊസിഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ബി ബെറ്റർ എവരി ഡേ, ബി ബെറ്റർ എവരി ഡേ, എവരി സിംഗിൾ ഡേ. നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളെയും കുറച്ചുകൂടി ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ നമ്മളാണ് മികച്ചതായി മാറുന്നത്. നമ്മുടെ പ്രവൃത്തി എത്രമാത്രം മികച്ചതായി മാറുന്നു, നമ്മുടെ വാക്കുകൾ എത്ര മികച്ചതായി മാറുന്നു, അത് നമ്മളാണ് മികവുള്ള വ്യക്തിയായി മാറുന്നത്. ക്ലിയർ ആണോ? അങ്ങനെ ഓരോ വ്യക്തിയും, ഒരു സ്ഥാപനത്തിലുള്ള ഓരോ വ്യക്തിയും മികവിന്റെ പര്യായമായി മാറുമ്പോൾ പേഴ്സണൽ എക്സലൻസ് എന്ന് പറയും. എന്താണ് പേഴ്സണൽ എക്സലൻസ്? ഓരോ വ്യക്തിയും വ്യക്തിപരമായി ആ എക്സലൻസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സ്ഥാപനം ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആയി മാറും. സ്ഥാപനം ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആയി മാറും. ഈ സ്ഥാപനത്തിൽ എത്ര ജീവനക്കാരുണ്ട് എന്നുള്ളതല്ല, ഏറ്റവും മികച്ച പ്രവർത്തന ശേഷിയുള്ള, കർമ്മശേഷിയുള്ള, മികവ് പുലർത്തുന്ന എത്ര ജീവനക്കാരുണ്ട്. ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? ഒരു കുടുംബത്തിലും അങ്ങനെ തന്നെ. അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന, സഹോദരങ്ങൾ അടങ്ങുന്ന, മാതാപിതാക്കൾ അടങ്ങുന്ന ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ട് എന്നുള്ളതല്ല, ആ കുടുംബം എത്ര മനോഹരമായി ഒരു ഇഴയെടുപ്പത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, പരസ്പര സഹായത്തോടുകൂടി, സഹകരണത്തോടുകൂടി, സപ്പോർട്ടോടുകൂടി ആ കുടുംബം മുന്നോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ. ആ കുടുംബത്തിലെ എണ്ണമല്ല അവിടെ വിഷയം. ക്വാണ്ടിറ്റി ഡസന്റ് മാറ്റർ, ക്വാളിറ്റി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ ടൈമും ഏറ്റവും ക്വാളിറ്റി ഓഫ് ടൈം ആണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഡിസ്ട്രക്ഷൻ സോ സിമ്പിൾ, കൺസ്ട്രക്ഷൻ വലിയ ഡിഫിക്കൽട്ട് ആണ്. ആണോ അല്ലയോ? ബന്ധങ്ങളും അതുപോലെയാ. വികാരം കൊണ്ട് നിയന്ത്രിക്കാനാവാതെ പറഞ്ഞു പോയൊരു വാക്ക്, ഒരു ആയുസ് കൊണ്ട് നേടിയെടുത്ത നല്ലൊരു ആത്മബന്ധം നമുക്ക് തകർത്ത് കളഞ്ഞെന്ന് വരാം. ഒരു ആയുസ് കൊണ്ട് നമ്മൾ ചേർത്ത് പിടിച്ചിരുന്ന ഒരു ആത്മബന്ധത്തെ നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയ ഒരു വാക്കുകൊണ്ട് തകർത്ത് കളഞ്ഞെന്ന് വരാം. സാധ്യത ഉണ്ടോ ഇല്ലയോ? ഈസ് ഇറ്റ് പോസിബിൾ? ജാഗ്രത ഉണ്ടാവണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ബന്ധങ്ങൾ തകർത്ത് കളയാം. പക്ഷെ അത്രമാത്രം എളുപ്പമായിരിക്കില്ല തിരിച്ചത് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ, റീബിൽഡ് ചെയ്തെടുക്കാൻ അത്രമാത്രം എളുപ്പമായിരിക്കില്ല. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അതുപോലെയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ സൽപ്പേര്. ഈ കാലം അത്രയും നേടിയെടുത്ത ഒരു സൽകീർത്തി, സൽപ്പേര്, പ്രശസ്തി, ഈ സ്ഥാപനത്തോടൊരു വിശ്വാസത, അതിനകത്ത് എത്രമാത്രം ഇവിടെ ഇരിക്കുന്ന, എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് അതിനകത്ത് റോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. പക്ഷേ നമ്മളിൽ ഒരാളിൽ ഉണ്ടാകുന്ന ഒരു പിഴവ് കൊണ്ട് ഇത്രയും കാലം കൊണ്ട് ആർജിച്ചെടുത്ത സൽകീർത്തിക്ക്, ആ സൽപ്പേരിന് കളങ്കമുണ്ടാകാൻ സാധ്യത ഉണ്ടാവുമോ ഇല്ലയോ? ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഉണ്ടാകുമെന്നൊരു അവബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ ആക്ടിവിറ്റി അത്തരം ഒരു മെസ്സേജ് കൂടി നമുക്ക് തരുന്നുണ്ട്. ക്ലിയർ ആണോ? ഒരിക്കൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു വിശ്വാസ്യത ഒരു തെറ്റായ ഒരു ചെറിയ പിഴവ് കൊണ്ട് സംഭവിച്ചാൽ വീണ്ടും അത് ചേർത്തെടുക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് ചെയ്ത ഓരോ പ്രവൃത്തിയിലും ആ ജാഗ്രത നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ഒരു സേവന മേഖലയിലെ സത്യസന്ധതയ്ക്ക് ഏറ്റവും വലിയ വിലയുണ്ട് എന്ന് പറയുന്നത്. സമയക്രമങ്ങൾ പാലിക്കുന്നതിൽ, ടൈം മാനേജ്മെന്റിൽ അത് ഏറ്റവും പ്രാധാന്യമുണ്ട്. സമയക്രമങ്ങൾ ഓരോന്നിനും അതിന്റെ കൃത്യമായ കൃത്യത ഉറപ്പുവരുത്താൻ സമയക്രമത്തിന് വലിയ പ്രാധാന്യമുണ്ട്.